ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ? സാമ്പാർ എല്ലായിടത്തും പല പല വ്യത്യസ്ത രീതികളിലാണ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മയും ഉണ്ണിച്ചേട്ടൻ്റെ അമ്മയും രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് കണ്ടുപഠിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ വേറെ സാമ്പാറായിപ്പോയി. പക്ഷേ എൻ്റെ ഈ സാമ്പാർ ഉണ്ണിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിതിൽ സ്പെഷ്യലായിട്ട് മത്തങ്ങ ഇടാറുണ്ട്. എനിക്ക് മത്തങ്ങ സാമ്പാറാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പിന്നെ ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ശർക്കരപ്പൊടി ഒരല്പം ചേർക്കുന്നുണ്ട്. ആ ടേസ്റ്റും മസാലയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പുള്ളത് കൊണ്ട് തന്നെ ഗ്യാസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി ഇടാറുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ നോർമലി ഈ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വേറെ സെപ്പറേറ്റ് ആണ് ഇതിൽ വഴറ്റിയെടുക്കുന്നത്. പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കായൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഈ പരിപ്പും വെന്ത കഷ്ണങ്ങളും ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യാറ്. ഒരിക്കലും കഷ്ണങ്ങൾ വെന്തുടഞ്ഞ് പോവരുത്. പിന്നെ ലാസ്റ്റ് കൊത്തമല്ലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്.